ഭ്രൂമധ്യത്തിൽ ശ്രദ്ധ. ചിന്തകൾക്ക് മുൻപേ മനസ്സ് വർത്തിക്കട്ടെ. ശ്രദ്ധ പുരികങ്ങൾക്കിടയിൽ കേന്ദ്രീകരിക്കുക. ചിന്തകൾക്ക് മുൻപേ മനസ്സ് വർത്തിക്കട്ടെ. ശ്വാസത്തിന്റെ സത്തയാൽ രൂപം നിറയട്ടെ. അത് ശിരസിന്റെ മുകൾ ഭാഗം വരെ എത്തുകയും അവിടെ പ്രകാശമായി വർഷിക്കുകയും ചെയ്യട്ടെ. ഇതായിരുന്നു പൈതഗോറസിന് നൽകപ്പെട്ട വിദ്യ. പൈതഗോറസ് ഈ വിദ്യയുമായാണ് ഗ്രീസിലേക്ക് പോയത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളിലെ എല്ലാ മിസ്റ്റിസിസത്തിന്റെയും ഉറവിടമായി, പ്രഭവകേന്ദ്രമായി മാറി. പാശ്ചാത്യ മിസ്റ്റിസിസത്തിന്റെ പിതാവാണ് അദ്ദേഹം. അതീവ ഗഹനമായ രീതികളിൽ ഒന്നാണിത്. ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പുരികങ്ങൾക്കിടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആധുനിക ഫിസിയോളജിയും ശാസ്ത്രീയ ഗവേഷണങ്ങളും പറയുന്നത് 2 പുരികങ്ങൾക്കിടയിലുള്ള ഗ്രന്ഥിയാണ് ശരീരത്തിലെ ഏറ്റവും ദുരൂഹമായ ഭാഗമെന്നാണ്. പീനിയൽ ഗ്ലാൻഡ്, പൈനിയൽ ഗ്ലാൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ഇതാണ് ടിബറ്റുകാരുടെ 3ാം കണ്ണ്, ശിവനേത്രം. ശിവന്റെ തൃക്കണ്ണ്, തന്ത്രത്തിന്റെ കണ്ണ്. 2 കണ്ണുകൾക്കിടയിലായി ഒരു 3ാം കണ്ണ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് പ്രവർത്തനരഹിതമാണ്. അതവിടെയുണ്ട്. ഏത് നിമിഷവും പ്രവർത്തനക്ഷമമാകാം. പക്ഷേ സ്വാഭാവികമായി അത് പ്രവർത്തിക്കുന്നില്ല. അത് തുറക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അത് അന്ധമല്ല, അത് വെറുതെ അടഞ്ഞിരിക്കുകയാണ്. ഈ വിദ്യ 3ാം കണ്ണ് തുറക്കാനുള്ളതാണ്. പുരികങ്ങൾക്കിടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. തുടർന്ന് നിങ്ങളുടെ 2 കണ്ണുകളും 2 പുരികങ്ങൾക്കും കൃത്യം മധ്യത്തിലായി കേന്ദ്രീകരിക്കുക. അടഞ്ഞ കണ്ണുകളാൽ നിങ്ങൾ അവിടേക്ക് നോക്കുകയാണെന്ന പോലെ മധ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അതിന് പൂർണ്ണമായ ശ്രദ്ധ നൽകുക. ശ്രദ്ധാലുവാകാനുള്ള ഏറ്റവും ലളിതമായ മാർഗങ്ങളിൽ ഒന്നാണിത്. ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്തും ഇത്ര എളുപ്പത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. ഈ ഗ്രന്ഥി ശ്രദ്ധയെ അത്രമേൽ ആഗിരണം ചെയ്യുന്നു. നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ നൽകിയാൽ നിങ്ങളുടെ 2 കണ്ണുകളും 3ാം കണ്ണിലേക്ക് വശീകരിക്കപ്പെടും. അവ അവിടെ ഉറച്ചു നിൽക്കും. അവയ്ക്ക് ചലിക്കാൻ കഴിയില്ല. ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ 3ാം കണ്ണ് ശ്രദ്ധയെ പിടിച്ചെടുക്കുന്നു, ശ്രദ്ധയെ നിർബന്ധിക്കുന്നു. അത് ശ്രദ്ധയെ സംബന്ധിച്ചിടത്തോളം കാന്തികമാണ്. അതിനാൽ ലോകമെമ്പാടുമുള്ള എല്ലാ രീതികളും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രദ്ധയിൽ നിങ്ങളെ പരിശീലിപ്പിക്കാൻ ഏറ്റവും ലളിതമായ മാർഗമാണിത്. കാരണം നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക മാത്രമല്ല, ഗ്രന്ഥി തന്നെ നിങ്ങളെ സഹായിക്കുന്നു. അതിന് കാന്തിക ശക്തിയുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് ബലമായി കൊണ്ടുവരപ്പെടുന്നു. അത് ആഗിരണം ചെയ്യപ്പെടുന്നു. പഴയ തന്ത്രശാസ്ത്രങ്ങളിൽ പറയുന്നത് 3ാം കണ്ണിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധയാണ് ആഹാരം എന്നാണ്. അത് വിശന്നിരിക്കുകയാണ്. ജന്മജന്മാന്തരങ്ങളായി അത് വിശന്നിരിക്കുകയാണ്. നിങ്ങൾ അതിൽ ശ്രദ്ധ ചെലുത്തിയാൽ അത് ജീവൻ പ്രാപിക്കുന്നു. അത് സജീവമാകുന്നു. അതിന് ആഹാരം നൽകപ്പെടുന്നു. ശ്രദ്ധയാണ് ആഹാരമെന്നും നിങ്ങളുടെ ശ്രദ്ധ ആ ഗ്രന്ഥിയിലേക്ക് കാന്തികമായി വലിച്ചെടുക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ എന്നത് പിന്നീട് ബുദ്ധിമുട്ടുള്ള കാര്യമാകില്ല. ശരിയായ പോയിന്റ് അറിഞ്ഞാൽ മാത്രം മതി. അതിനാൽ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ 2 കണ്ണുകളെയും മധ്യത്തിലേക്ക് നീക്കുക. ആ പോയിന്റ് അനുഭവിക്കുക. നിങ്ങൾ ആ പോയിന്റിന് അടുത്ത് എത്തുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കണ്ണുകൾ അവിടെ ഉറയ്ക്കും. അവ ചലിപ്പിക്കാൻ പ്രയാസമാകുമ്പോൾ നിങ്ങൾ ശരിയായ പോയിന്റ് കണ്ടെത്തിയെന്ന് മനസ്സിലാക്കാം. പുരികങ്ങൾക്കിടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചിന്തകൾക്ക് മുൻപേ മനസ്സ് വർത്തിക്കട്ടെ. ഈ ശ്രദ്ധ അവിടെയുണ്ടെങ്കിൽ ആദ്യമായി നിങ്ങൾ ഒരു വിചിത്രമായ പ്രതിഭാസം അനുഭവിക്കും. ചിന്തകൾ നിങ്ങളുടെ മുന്നിലൂടെ ഓടുന്നത് നിങ്ങൾ ആദ്യമായി കാണും. നിങ്ങൾ അതിന്റെ സാക്ഷിയായി മാറും. ഇതൊരു സിനിമാ സ്ക്രീൻ പോലെയാണ്. ചിന്തകൾ ഓടുന്നു. നിങ്ങളൊരു സാക്ഷിയാണ്. നിങ്ങളുടെ ശ്രദ്ധ 3ാം കണ്ണിൽ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ചിന്തകളുടെ സാക്ഷിയായി മാറുന്നു. സാധാരണയായി നിങ്ങൾ സാക്ഷിയല്ല, നിങ്ങൾ ചിന്തകളുമായി താദാത്മ്യം പ്രാപിച്ചവരാണ്. ദേഷ്യം വന്നാൽ നിങ്ങൾ ദേഷ്യമായി മാറുന്നു. ഒരു ചിന്ത ചലിക്കുമ്പോൾ നിങ്ങൾ സാക്ഷിയല്ല, നിങ്ങൾ ചിന്തയുമായി ഒന്നായി മാറുന്നു, താദാത്മ്യം പ്രാപിക്കുന്നു, അതിനോടൊപ്പം നീങ്ങുന്നു. നിങ്ങൾ ചിന്തയായി മാറുന്നു. നിങ്ങൾ ചിന്തയുടെ രൂപം സ്വീകരിക്കുന്നു. കാമമുണ്ടാകുമ്പോൾ നിങ്ങൾ കാമമായി മാറുന്നു. ദേഷ്യമുണ്ടാകുമ്പോൾ ദേഷ്യമായി മാറുന്നു. അത്യാഗ്രഹമുണ്ടാകുമ്പോൾ നിങ്ങൾ അത്യാഗ്രഹമായി മാറുന്നു. ചലിക്കുന്ന ഏത് ചിന്തയും നിങ്ങളുമായി താദാത്മ്യം പ്രാപിക്കുന്നു. നിങ്ങൾക്കും ചിന്തയ്ക്കുമിടയിൽ ഒരു വിടവില്ല. എന്നാൽ 3ാം കണ്ണിൽ കേന്ദ്രീകരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഒരു സാക്ഷിയായി മാറുന്നു. 3ാം കണ്ണിലൂടെ നിങ്ങൾ സാക്ഷിയാകുന്നു. ആകാശത്തിലെ മേഘങ്ങളോ തെരുവിലൂടെ നീങ്ങുന്ന മനുഷ്യരെയോ കാണുന്നത് പോലെ 3ാം കണ്ണിലൂടെ നിങ്ങൾക്ക് ചിന്തകൾ ഓടുന്നത് കാണാൻ കഴിയും. നിങ്ങൾ ജനാലയ്ക്കലിരുന്ന് ആകാശത്തേക്കോ തെരുവിലെ ആളുകളെയോ നോക്കുന്നു. നിങ്ങൾ അവരുമായി താദാത്മ്യം പ്രാപിച്ചിട്ടില്ല. നിങ്ങൾ അകലെയാണ്, കുന്നിൻ മുകളിലെ ഒരു നിരീക്ഷകൻ. നിങ്ങൾ അതിൽ നിന്നും വ്യത്യസ്തനായി അനുഭവപ്പെടുന്നു. ഇപ്പോൾ ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരു വസ്തുവായി നോക്കാം. ഇപ്പോൾ നിങ്ങൾ ആണ് ദേഷ്യപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് തോന്നില്ല. ദേഷ്യം നിങ്ങളെ ചുറ്റിയിരിക്കുന്നു. ദേഷ്യത്തിന്റെ ഒരു മേഘം നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. പക്ഷെ നിങ്ങൾ ആ ദേഷ്യമല്ല. നിങ്ങൾ ദേഷ്യമല്ലെങ്കിൽ ദേഷ്യം നിസ്സഹായമാകും. അതിന് നിങ്ങളെ ബാധിക്കാൻ കഴിയില്ല. നിങ്ങൾ സ്പർശിക്കപ്പെടാതെ അവശേഷിക്കുന്നു. ദേഷ്യം വരും, പോകും. നിങ്ങൾ നിങ്ങളിൽ തന്നെ കേന്ദ്രീകൃതമായി തുടരും. ഈ 5ാമത്തെ തന്ത്രം സാക്ഷിയെ കണ്ടെത്താനുള്ള തന്ത്രമാണ്. പുരികങ്ങൾക്കിടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചിന്തകൾക്ക് മുൻപേ മനസ്സ് വർത്തിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ചിന്തകളെ നോക്കുക. നിങ്ങളുടെ ചിന്തകളെ നേരിടുക. ശ്വാസത്തിന്റെ സത്തയാൽ രൂപം നിറയട്ടെ. അത് ശിരസിന്റെ മുകൾ ഭാഗം വരെ എത്തുകയും അവിടെ പ്രകാശമായി വർഷിക്കുകയും ചെയ്യട്ടെ.
പുരികങ്ങൾക്കിടയിലുള്ള മൂന്നാം കണ്ണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, പെട്ടെന്ന് നിങ്ങളൊരു സാക്ഷിയായി മാറുന്നു. ഇത് രണ്ട് തരത്തിൽ സംഭവിക്കാം. നിങ്ങളൊരു സാക്ഷിയാകുകയും മൂന്നാം കണ്ണിൽ കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യും. ഒരു സാക്ഷിയാകാൻ ശ്രമിക്കുക. എന്ത് സംഭവിച്ചാലും അതിനൊരു സാക്ഷിയാകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അസുഖമാണ്, ശരീരം വേദനിക്കുന്നു, നിങ്ങൾക്ക് ദുരിതവും കഷ്ടപ്പാടുമുണ്ട്. എന്തുതന്നെയായാലും അതിന് സാക്ഷിയാകുക. എന്ത് സംഭവിച്ചാലും സ്വയം അതുമായി താതാത്മ്യം പ്രാപിക്കരുത്. ഒരു സാക്ഷിയാകുക, ഒരു നിരീക്ഷകനാകുക. സാക്ഷിയാകൽ സാധ്യമായാൽ നിങ്ങൾ മൂന്നാം കണ്ണിൽ കേന്ദ്രീകരിക്കപ്പെടും. തിരിച്ചും ഇത് സംഭവിക്കാം. നിങ്ങൾ മൂന്നാം കണ്ണിൽ കേന്ദ്രീകരിക്കപ്പെട്ടാൽ നിങ്ങളൊരു സാക്ഷിയായി മാറും. ഇവ രണ്ടും ഒന്നിന്റെ തന്നെ ഭാഗങ്ങളാണ്. അതിനാൽ ആദ്യത്തെ കാര്യം, മൂന്നാം കണ്ണിൽ കേന്ദ്രീകരിക്കുന്നതിലൂടെ സാക്ഷിയാകുന്ന സ്വത്വം ഉയർന്നുവരും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ നേരിടാൻ കഴിയും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ശ്വസനത്തിന്റെ സൂക്ഷ്മവും മൃദുവായതുമായ സ്പന്ദനം അനുഭവിക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് ശ്വസനത്തിന്റെ രൂപം, ശ്വസനത്തിന്റെ സത്ത അനുഭവിക്കാൻ കഴിയും. ആദ്യം എന്താണ് രൂപം, എന്താണ് ശ്വസനത്തിന്റെ സത്ത എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ശ്വസിക്കുമ്പോൾ നിങ്ങൾ വായു മാത്രമല്ല ശ്വസിക്കുന്നത്. ശാസ്ത്രം പറയുന്നത് നിങ്ങൾ വായു മാത്രമാണ് ശ്വസിക്കുന്നത് എന്നാണ്. ഓക്സിജൻ, ഹൈഡ്രജൻ, മറ്റു വാതകങ്ങൾ എന്നിവ ചേർന്ന വായു. അവർ പറയുന്നു നിങ്ങൾ വായു ശ്വസിക്കുന്നുവെന്ന്. എന്നാൽ തന്ത്രം പറയുന്നത് വായു വെറുമൊരു വാഹനം മാത്രമാണെന്നാണ്. യഥാർത്ഥ കാര്യമല്ല. നിങ്ങൾ ശ്വസിക്കുന്നത് പ്രാണനാണ്, ജീവശക്തി. വായു വെറും മാധ്യമമാണ്, പ്രാണനാണ് ഉള്ളടക്കം. നിങ്ങൾ ശ്വസിക്കുന്നത് പ്രാണനെയാണ്, വായുവിനെ മാത്രമല്ല. പ്രാണൻ എന്നൊന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ആധുനിക ശാസ്ത്രത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ചില ഗവേഷകർ ദുരൂഹമായ എന്തോ ഒന്ന് അനുഭവിച്ചിട്ടുണ്ട്. ശ്വസനം വെറും വായു മാത്രമല്ല. ഇത് പല ആധുനിക ഗവേഷകർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു പേര് പറയേണ്ടതുണ്ട്. വിൽഹെം റീക്ക്, ഒരു ജർമ്മൻ സൈക്കോളജിസ്റ്റ്. അദ്ദേഹം ഇതിനെ ഓർഗോൺ എനർജി എന്ന് വിളിച്ചു. പ്രാണൻ തന്നെയാണത്. അദ്ദേഹം പറയുന്നു നിങ്ങൾ ശ്വസിക്കുമ്പോൾ വായു വെറും വാഹകൻ മാത്രമാണെന്നും അതിൽ ഓർഗോൺ അല്ലെങ്കിൽ പ്രാണൻ അല്ലെങ്കിൽ ഇലാൻ വൈറ്റൽ എന്ന് വിളിക്കാവുന്ന ഒരു ദുരൂഹമായ ഉള്ളടക്കമുണ്ടെന്നും. പക്ഷെ അത് വളരെ സൂക്ഷ്മമാണ്. യഥാർത്ഥത്തിൽ അത് ഭൗതികമല്ല. വായു ഭൗതികമാണ്, പാത്രം ഭൗതികമാണ്. പക്ഷേ ഭൗതികമല്ലാത്ത സൂക്ഷ്മമായ ഒന്ന് അതിലൂടെ നീങ്ങുന്നു. അതിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും. വളരെ ഊർജ്ജസ്വലനായ ഒരാളോടൊപ്പമായിരിക്കുമ്പോൾ നിങ്ങളിൽ ഒരു പ്രത്യേക ഊർജ്ജം ഉണരുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. വളരെ രോഗിയായ ഒരാളോടൊപ്പമാണെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തോ വലിച്ചെടുക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര തളർച്ച തോന്നുന്നത്? നിങ്ങൾ എല്ലായിടത്തു നിന്നും വലിച്ചെടുക്കപ്പെടുകയാണ്. ആശുപത്രിയിലെ അന്തരീക്ഷം മുഴുവൻ രോഗാതുരമാണ്. അവിടെയുള്ള എല്ലാവർക്കും കൂടുതൽ പ്രാണൻ ആവശ്യമാണ്. അതിനാൽ നിങ്ങൾ അവിടെയുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ പ്രാണൻ നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങുന്നു. ഒരു വലിയ ജനക്കൂട്ടത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ പ്രാണൻ വലിച്ചെടുക്കപ്പെടുകയാണ്. രാവിലെ ആകാശത്തിന് കീഴെ മരങ്ങൾക്കിടയിൽ തനിച്ചായിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളിൽ ഒരു ജീവശക്തി പ്രാണൻ അനുഭവപ്പെടുന്നു. ഓരോ വ്യക്തിക്കും ഒരു പ്രത്യേക ഇടം ആവശ്യമാണ്. ആ ഇടം നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ പ്രാണൻ വലിച്ചെടുക്കപ്പെടും. വിൽഹം റീക്ക് നിരവധി പരീക്ഷണങ്ങൾ നടത്തി. പക്ഷെ അദ്ദേഹം ഒരു ഭ്രാന്തനാണെന്ന് കരുതപ്പെട്ടു. ശാസ്ത്രത്തിന് അതിൻ്റെതായ അന്ധവിശ്വാസങ്ങളുണ്ട്. ശാസ്ത്രം വളരെ യാഥാസ്ഥിതികമായ ഒന്നാണ്. വായുവിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും ഉണ്ടെന്ന് ശാസ്ത്രത്തിന് ഇതുവരെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ത്യ നൂറ്റാണ്ടുകളായി ഇതിൽ പരീക്ഷണങ്ങൾ നടത്തുന്നു. ആരെങ്കിലും സമാധിയിലേക്ക് പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാകാം. വായു കടക്കാത്ത രീതിയിൽ ദിവസങ്ങളോളം ഭൂമിക്കടിയിൽ സമാധിയിരിക്കുന്നു. 1880 ഈജിപ്തിൽ ഒരാൾ 40 വർഷത്തേക്ക് ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ സമാധിയിൽ പോയി. അദ്ദേഹത്തെ അടക്കം ചെയ്തവർ എല്ലാവരും മരിച്ചുപോയി. കാരണം 1920 40 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം സമാധിയിൽ നിന്ന് പുറത്തു വരേണ്ടിയിരുന്നത്. 1920 അദ്ദേഹം ജീവനോടെ ഉണ്ടാകുമെന്ന് ആരും വിശ്വസിച്ചില്ല. പക്ഷെ അദ്ദേഹം ജീവനോടെ കാണപ്പെട്ടു. അദ്ദേഹം 10 വർഷം കൂടി ജീവിച്ചു. അദ്ദേഹം പൂർണ്ണമായും വിളറി വെളുത്തിരുന്നു. പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നു. അവിടെ വായു എത്താൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു. ഡോക്ടർമാരും മറ്റുള്ളവരും അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിന്റെ രഹസ്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കിതറിയാം. പ്രാണൻ എവിടെയും പ്രവേശിക്കാനും ഒഴുകാനും കഴിയും. വായുവിന് തുളച്ചു കയറാൻ കഴിയില്ല, പക്ഷെ പ്രാണന് കഴിയും. വായു ഇല്ലാതെ നേരിട്ട് പ്രാണനെ വലിച്ചെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ്റാണ്ടുകളോളം സമാധിയിലിരിക്കാം. മൂന്നാം കണ്ണിൽ കേന്ദ്രീകരിക്കുന്നതിലൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് ശ്വസനത്തിന്റെ സത്ത നിരീക്ഷിക്കാൻ കഴിയും. ശ്വാസമല്ല, ശ്വസനത്തിന്റെ സത്തയായ പ്രാണൻ. ശ്വസനത്തിന്റെ സത്തയായ പ്രാണനെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുമെങ്കിൽ വഴിത്തിരിവ് സംഭവിക്കുന്ന ഘട്ടത്തിലാണ് നിങ്ങൾ. സൂത്രം പറയുന്നു, രൂപം ശ്വാസത്തിന്റെ സത്തയാൽ നിറയട്ടെ. ശ്വസനത്തിന്റെ സത്തയായ പ്രാണൻ അനുഭവപ്പെടുമ്പോൾ നിങ്ങളുടെ തലയിൽ അത് നിറഞ്ഞിരിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. സങ്കല്പിക്കുക മാത്രം ചെയ്യുക. ഒരു ശ്രമത്തിന്റെയും ആവശ്യമില്ല. സങ്കല്പം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശദീകരിച്ചു തരാം. നിങ്ങൾ മൂന്നാം കണ്ണിൽ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ തന്നെ അത് സംഭവിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ സങ്കല്പശക്തി ദുർബലമാണ്. നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ സാധാരണ ജീവിതത്തിലും കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ച് സങ്കല്പിക്കുന്നു.
പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. സുഹൃത്ത് വന്നത് ഒരു യാദൃശ്ചികതയാണെന്ന് നിങ്ങൾ പറയുന്നു. ചിലപ്പോൾ നിങ്ങളുടെ സങ്കല്പം യാദൃശ്ചികത പോലെ പ്രവർത്തിക്കും. എന്നാൽ ഇത് സംഭവിക്കുമ്പോഴെല്ലാം ഇപ്പോൾ അത് ഓർക്കാനും വിശകലനം ചെയ്യാനും ശ്രമിക്കുക. നിങ്ങളുടെ സങ്കല്പം യാഥാർത്ഥ്യമായെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴെല്ലാം ഉള്ളിലേക്ക് പോയി നിരീക്ഷിക്കുക. നിങ്ങളുടെ ശ്രദ്ധ മൂന്നാം കണ്ണിന് അടുത്തു എവിടെയോ ആയിരുന്നിരിക്കണം. ഈ യാദൃശ്ചികത സംഭവിക്കുമ്പോഴെല്ലാം അതൊരു യാദൃശ്ചികതയല്ല. നിങ്ങൾക്കതിന്റെ രഹസ്യശാസ്ത്രം അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. നിങ്ങളുടെ മനസ്സറിയാതെ മൂന്നാം കണ്ണിന് അടുത്തേക്ക് നീങ്ങിയിട്ടുണ്ടാകണം. നിങ്ങളുടെ ശ്രദ്ധ മൂന്നാം കണ്ണിലാണെങ്കിൽ ഏത് പ്രതിഭാസവും സൃഷ്ടിക്കാൻ വെറും സങ്കല്പം മാത്രം മതി. ഈ സൂത്രം പറയുന്നത് നിങ്ങൾ പുരികങ്ങൾക്കിടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ശ്വസനത്തിന്റെ സത്ത അനുഭവിക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ സത്ത നിങ്ങളുടെ തല മുഴുവൻ നിറയുന്നുവെന്ന് സങ്കല്പിക്കുക. പ്രത്യേകിച്ച് തലയുടെ മുകൾ ഭാഗം, സഹസ്രാരം ഏറ്റവും ഉയർന്ന സൈക്കിക് സെന്റർ. നിങ്ങൾ സങ്കല്പിക്കുന്ന നിമിഷം അത് നിറയും. അവിടെ ആ തലയുടെ മുകളിൽ പ്രകാശമായി വർഷിക്കുക. ഈ പ്രാണസത്ത നിങ്ങളുടെ തലയുടെ മുകളിൽ നിന്ന് പ്രകാശമായി വർഷിക്കുന്നു. അത് വർഷിക്കാൻ തുടങ്ങും. പ്രകാശത്തിന്റെ ആ വർഷത്തിന് കീഴിൽ നിങ്ങൾ നവോന്മേഷം പ്രാപിക്കും, പുനർജനിക്കും, പൂർണ്ണമായും പുതിയൊരാളാകും. അതാണ് ആന്തരിക പുനർജന്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് 2 കാര്യങ്ങൾ. ഒന്നാമതായി, മൂന്നാം കണ്ണിൽ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ സങ്കല്പം വീര്യമുള്ളതും ശക്തവുമാകുന്നു. അതുകൊണ്ടാണ് വിശുദ്ധിക്ക് ഇത്രയധികം ഊന്നൽ നൽകിയിരിക്കുന്നത്. ഈ പരിശീലനങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് വിശുദ്ധിയുള്ളവരായിരിക്കുക. തന്ത്രത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധി എന്നത് ഒരു ധാർമ്മിക സങ്കല്പമല്ല, മറിച്ച് പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. കാരണം നിങ്ങൾ മൂന്നാം കണ്ണിൽ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ മനസ്സ് അശുദ്ധവുമാണെങ്കിൽ നിങ്ങളുടെ സങ്കല്പം അപകടകരമായി മാറും. നിങ്ങൾക്ക് അപകടകരമാണ്, മറ്റുള്ളവർക്കും അപകടകരമാണ്. ഒരാളെ കൊല്ലാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ വെറുതെ സങ്കല്പിച്ചാൽ മാത്രം ആ മനുഷ്യൻ മരിച്ചേക്കാം. അതുകൊണ്ടാണ് ആദ്യം ശുദ്ധിയുള്ളവരായിരിക്കാൻ ഇത്രയധികം നിർബന്ധിക്കുന്നത്. പൈതഗോറസിനോട് ഉപവാസം അനുഷ്ഠിക്കാനും പ്രത്യേക ശ്വസനരീതി ചെയ്യാനും പറഞ്ഞിരുന്നു. കാരണം ഇവിടെ ഒരാൾ സഞ്ചരിക്കുന്നത് വളരെ അപകടകരമായ ഒരു ഭൂമിയിലൂടെയാണ്. കാരണം എവിടെ അധികാരമുണ്ടോ അവിടെ അപകടവുമുണ്ട്. മനസ്സ് അശുദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് അധികാരം ലഭിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ അശുദ്ധ ചിന്തകൾ ഉടൻ തന്നെ അത് കൈക്കലാക്കും. നിങ്ങൾ പലതവണ കൊല്ലാൻ സങ്കല്പിച്ചിട്ടുണ്ടാകാം, പക്ഷെ സങ്കല്പം പ്രവർത്തിക്കുന്നില്ല. ഭാഗ്യവശാൽ അത് പ്രവർത്തിക്കുകയാണെങ്കിൽ, അത് ഉടൻ തന്നെ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് മാത്രമല്ല നിങ്ങൾക്കും അപകടകരമാകും. കാരണം പലതവണ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകാം. മനസ്സ് മൂന്നാം കണ്ണിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ആത്മഹത്യയായി മാറും. മാറാൻ നിങ്ങൾക്ക് സമയം ലഭിക്കില്ല, ഉടൻ തന്നെ അത് സംഭവിക്കും. ആരെങ്കിലും ഹിപ്നോട്ടിസ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടാകാം. ഒരാൾ ഹിപ്നോട്ടിസ് ചെയ്യപ്പെടുമ്പോൾ ഹിപ്നോട്ടിസ്റ്റിന് എന്തു വേണമെങ്കിലും പറയാം. ഉടൻ തന്നെ ഹിപ്നോട്ടിസ് ചെയ്യപ്പെട്ട വ്യക്തി അത് പിന്തുടരുന്നു. ഉത്തരവ് എത്ര വിഡ്ഢിത്തമായാലും യുക്തിരഹിതമായാലും അസാധ്യമായാലും ഹിപ്നോട്ടിസ് ചെയ്യപ്പെട്ട വ്യക്തി അത് പിന്തുടരുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഈ 5ാമത്തെ വിദ്യയാണ് എല്ലാ ഹിപ്നോട്ടിസത്തിന്റെയും അടിസ്ഥാനം. ഒരാളെ ഹിപ്നോട്ടിസ് ചെയ്യുമ്പോഴെല്ലാം ഒരു പ്രത്യേക പോയിന്റിൽ ഏതെങ്കിലും വെളിച്ചത്തിലോ ഭിത്തിയിലെ ഒരു ബിന്ദുവിലോ മറ്റോ അല്ലെങ്കിൽ ഹിപ്നോട്ടിസ്റ്റിന്റെ കണ്ണുകളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിൽ നിങ്ങൾ കണ്ണുകൾ കേന്ദ്രീകരിക്കുമ്പോൾ 3 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ആന്തരിക ശ്രദ്ധ മൂന്നാം കണ്ണിലേക്ക് ഒഴുകാൻ തുടങ്ങും. നിങ്ങളുടെ ആന്തരിക ശ്രദ്ധ മൂന്നാം കണ്ണിലേക്ക് ഒഴുകാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങളുടെ മുഖം മാറാൻ തുടങ്ങും. നിങ്ങളുടെ മുഖം എപ്പോൾ മാറാൻ തുടങ്ങുമെന്ന് ഹിപ്നോട്ടിസ്റ്റിന് അറിയാം. പെട്ടെന്ന് നിങ്ങളുടെ മുഖത്തിന് ജീവൻ നഷ്ടപ്പെടും. അത് ആഴത്തിലുള്ള ഉറക്കത്തിലെന്ന പോലെ നിർജീവമാകും. മുഖത്തിന്റെ പ്രസരിപ്പും ജീവനും നഷ്ടപ്പെടുമ്പോൾ ഹിപ്നോട്ടിസ്റ്റ് അത് ഉടൻ മനസ്സിലാക്കുന്നു. അതിന്റെ അർത്ഥം ഇപ്പോൾ ശ്രദ്ധ മൂന്നാം കണ്ണ് ആഗിരണം ചെയ്യുന്നു എന്നാണ്. നിങ്ങളുടെ മുഖം നിർജീവമായി, ഊർജം മുഴുവൻ മൂന്നാം കണ്ണിലേക്ക് ഓടുകയാണ്. ഇപ്പോൾ എന്ത് പറഞ്ഞാലും അത് സംഭവിക്കുമെന്ന് ഹിപ്നോട്ടിസ്റ്റിന് ഉടൻ അറിയാം. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വീഴുകയാണ്, നിങ്ങൾ ഉടൻ ഉറക്കത്തിൽ വീഴും. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ നിങ്ങൾ അബോധാവസ്ഥയിലാകുന്നു, നിങ്ങൾ ഉടൻ അബോധാവസ്ഥയിലാകും. ഇപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അദ്ദേഹം പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നെപ്പോളിയൻ ആയിരിക്കുന്നു, നിങ്ങളാകും. നിങ്ങൾ ഒരു നെപ്പോളിയനെ പോലെ പെരുമാറാൻ തുടങ്ങും, നെപ്പോളിയനെ പോലെ സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ആംഗ്യങ്ങൾ മാറും. നിങ്ങളുടെ അബോധ മനസ്സ് ആ ഉത്തരവ് സ്വീകരിക്കുകയും യാഥാർത്ഥ്യം സൃഷ്ടിക്കുകയും ചെയ്യും. നിങ്ങൾ ഒരു രോഗത്താൽ കഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ രോഗം അപ്രത്യക്ഷമായെന്ന് ഉത്തരവിടാം, അത് അപ്രത്യക്ഷമാകും. അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ രോഗം സൃഷ്ടിക്കാം. തെരുവിലെ ഒരു സാധാരണ കല്ല് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് ഹിപ്നോട്ടിസ്റ്റ് പറയുന്നു, ഇത് നിങ്ങളുടെ കയ്യിലെ തീയാണ്. അപ്പോൾ നിങ്ങൾക്ക് കടുത്ത ചൂട് അനുഭവപ്പെടും. നിങ്ങളുടെ കൈ പൊള്ളും. മനസ്സിൽ മാത്രമല്ല, യഥാർത്ഥത്തിൽ നിങ്ങളുടെ തൊലി പൊള്ളും. നിങ്ങൾക്ക് പൊള്ളുന്ന അനുഭവമുണ്ടാകും. എന്താണ് സംഭവിക്കുന്നത്? അവിടെ തീയില്ല, വെറുമൊരു സാധാരണ തണുത്ത കല്ല് മാത്രം. എങ്ങനെ? ഈ പൊള്ളൽ എങ്ങനെ സംഭവിക്കുന്നു? നിങ്ങൾ മൂന്നാം കണ്ണിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഹിപ്നോട്ടിസ്റ്റ് നിങ്ങളുടെ സങ്കല്പത്തിന് നിർദ്ദേശങ്ങൾ നൽകുന്നു. അവ യാഥാർത്ഥ്യമാക്കപ്പെടുന്നു. ഹിപ്നോട്ടിസ്റ്റ് പറയുന്നു, ഇപ്പോൾ നിങ്ങൾ മരിച്ചു. നിങ്ങൾ ഉടൻ മരിക്കും. നിങ്ങളുടെ ഹൃദയം നിലയ്ക്കും.
അത് നിലയ്ക്കുക തന്നെ ചെയ്യും. മൂന്നാം കണ്ണ് കാരണമാണ് ഇത് സംഭവിക്കുന്നത്. മൂന്നാം കണ്ണിൽ സങ്കല്പവും യാഥാർത്ഥ്യമാക്കലും രണ്ട് കാര്യങ്ങളല്ല. സങ്കല്പമാണ് വസ്തുത. സങ്കല്പിക്കുക, അത് അങ്ങനെയാകും. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ വ്യത്യാസമില്ല. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ യാതൊരു വിടവുമില്ല. സ്വപ്നം കാണുക, അത് യാഥാർത്ഥ്യമാകും. അതുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ ദൈവത്തിന്റെ സ്വപ്നമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ശങ്കരൻ പറഞ്ഞത്. ദൈവത്തിന്റെ സ്വപ്നം. ദൈവം എപ്പോഴും ശാശ്വതമായി മൂന്നാം കണ്ണിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്ത് സ്വപ്നം കണ്ടാലും അത് യാഥാർത്ഥ്യമാകും. നിങ്ങളും മൂന്നാം കണ്ണിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടാലും